Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ സബ്ജക്റ്റ് ആണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന 4 ചോദ്യങ്ങളിൽ 2 എഴുതിയാൽ മതി. സോ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 2 ഏരിയാസ് ഉണ്ട്, റിസ്ക് മാനേജ്മെന്റും അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സിന്റെ ഏരിയയും. അപ്പോൾ റിസ്ക് മാനേജ്മെന്റിൽ നിന്ന് 4 essayയിൽ ഒരു essayയും ബാക്കി 3 essay ചോദ്യങ്ങൾ ഡെറിവേറ്റീവ്സിന്റെ ഏരിയാസിൽ നിന്നാണ് വരാറ്. സോ നമുക്ക് റിസ്ക് മാനേജ്മെന്റിന്റെ ഏരിയ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ്. സോ എല്ലാവരും നല്ല രീതിയിൽ റിസ്കിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കുക. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡിഫൈൻ റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, then discuss need and significance, അതുപോലെ തന്നെ various issues നിർബന്ധമായും പഠിക്കണം. discuss various risk management issues in business organization നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് പ്രതീക്ഷിക്കുന്നതാണ്. നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, സോ റിസ്ക് മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞ. നെക്സ്റ്റ്, റിസ്ക് എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്, അതും നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കേണ്ടതാണ്. what is risk എന്താണ്, അതുപോലെ തന്നെ explain how risk become a burden to the society. സോ ഇതിലേതെങ്കിലും ഒരു ചോദ്യമാണ് കേട്ടോ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യണ്ടേ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്. സോ ഇങ്ങനെ റിസ്ക് എന്താണ്, റിസ്ക് മാനേജ്മെന്റ് എന്താണ് എന്നുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ വാരിയസ് റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂസ്, ദെൻ ബിസിനസ് ഓർഗനൈസേഷൻസ് ഫേസ് ചെയ്യുന്നത്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്. പിന്നെ ഞാൻ പറഞ്ഞു ഈ പറയുന്ന റിസ്ക് എങ്ങനെയാണ് സൊസൈറ്റിക്ക് ബേർഡൻ ആവുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു essay കിട്ടിയിരിക്കും കേട്ടോ. നിങ്ങളതുകൊണ്ട് ഇതിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഡെറിവേറ്റീവ്സ് ഇൻ reducing ഫിനാൻഷ്യൽ റിസ്ക്. അപ്പോൾ മറ്റൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കുക. ഇനി നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇതിൽ നമ്മൾ നിർബന്ധമായും എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് സ്വാപ്പ്. ചില സമയത്ത് ഇത് 5 മാർക്കിൻ്റെയിലും വരാറുണ്ട്. ഡിഫൈൻ സ്വാപ്സ് എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്സ്. എക്സ്പ്ലെയിൻ different types of swaps. 2 നോക്കിയിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ
എക്സ്പെക്ട് ചെയ്യുന്നത് ഓപ്ഷൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ് ചോദ്യമാണ്. ബട്ട് അതിൻ്റെ ഒരു പ്രോബ്ലം കുറച്ച് ഡിഫിക്കൽട്ടാണ് ഓപ്ഷൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം പ്രസന്റ് ചെയ്ത് ഹൈ സ്കോറിലോട്ട് പോകാൻ. അപ്പം നിങ്ങൾക്ക് മറ്റ് ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് എഴുതി സ്കോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓപ്ഷൻ. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം വരാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ ഓപ്ഷൻസ്? വാട്ട് ആർ ഓപ്ഷൻസ്? ഓപ്ഷൻസ് എന്താണ്? അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട് നോക്കുക. അതുപോലെ തന്നെ പല മോഡൽസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു മോഡൽ ചില സമയത്ത് എടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡൽ ഉണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഓപ്ഷൻ മോഡലാണ് ബ്ലാക്ക് ഷോൾ. അപ്പോൾ അങ്ങനെ മോഡൽസിൽ ഏതെങ്കിലും ഒരെണ്ണവും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പ്രതീക്ഷിക്കാം. എന്താണ് നെക്സ്റ്റ് ഒരു സജഷൻ ആയിട്ട്? ഇപ്പോൾ ചില സമയത്ത് ബൈനോമിയൽ 5 മാർക്കിൻ്റെയിലാണ് വരാറ് കേട്ടോ. ബൈനോമിയൽ ഓപ്ഷൻ മോഡൽ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ഷോൾ ഓപ്ഷൻ മോഡലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മാറി മാറി വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഓപ്ഷൻ മോഡലും ഉണ്ട്. അത് 5 മാർക്കിൻ്റെയിലേക്കും SCക്കും മാറി മാറി വരുന്നതാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ ഈ ഓപ്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സ് ആണ്. ഫ്യൂച്ചേഴ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം കറൻസി ഫ്യൂച്ചർ എന്താണ്? കറൻസി ഫ്യൂച്ചേഴ്സ് എന്താണ്? അതെങ്ങനെയാണ് പ്രൈസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. ഹൗ കറൻസി ഫ്യൂച്ചേഴ്സ് ആർ പ്രൈസ്ഡ്, ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസിങ് ഫ്യൂച്ചേഴ്സ്, അതും കൂടി പറയാം. ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസിങ് ഫ്യൂച്ചേഴ്സ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ SCക്ക് കൂടുതലായി പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. നിർബന്ധമായും നോക്കി വയ്ക്കുക ഈ ചോദ്യങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് 4 SC ലഭിക്കും. 2 എണ്ണം പ്രസൻറ്റ് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആകുന്ന ഏരിയ എന്ന് പറയുന്നത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അധികം ഫോക്കസ് ചെയ്യാണ്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന റിസ്കിൻ്റെ ഏരിയ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ്, വാരിയസ് റിസ്ക് മാനേജ്മെൻറ്റ് ഇഷ്യൂസ്, അതുപോലെ നീഡ് സിഗ്നിഫിക്കൻസ്, റിസ്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്, എങ്ങനെയാണ് സൊസൈറ്റിക്ക് ബേർഡൻ ആവുന്നത്, പിന്നെ ഡെറിവേറ്റീവ്സിൻ്റെ റോൾ എന്താണ് റെഡ്യൂസിങ് ഫിനാൻഷ്യൽ റിസ്ക്. ഈ ആദ്യത്തെ 3 ചോദ്യങ്ങളിലോട്ട് കൂടുതൽ നിർബന്ധമായും ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ 1-2 വരെ കിട്ടാം. പിന്നെ ഡെറിവേറ്റീവ്സ് ആണ് മുഴുവനായിട്ട് വരുന്നത്. അതിൽ 4 എണ്ണത്തിൽ ഇപ്പോൾ ഫ്യൂച്ചർ ഓപ്ഷൻ ഉണ്ട് അല്ലേ, സ്വാപ്പ് ഉണ്ട്, ഫോർവേഡ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണമാണ് ഇടാറ്. അത് മിക്കതും ചിലപ്പോൾ സ്വാപ്പ് വരാം. ഓപ്ഷൻ എപ്പോഴും ഇടാറുണ്ട് ഒരെണ്ണം കമ്പൽസറി ആയിട്ട്. ബട്ട് ഞാൻ പറഞ്ഞ ഓപ്ഷൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. നിങ്ങൾക്ക് അത്രത്തോളം കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം ഓപ്ഷൻ പ്രസൻറ്റ് ചെയ്യുക. അതിൽ ഓപ്ഷൻ്റെ ബേസിക് ചോദ്യമാണ് ഞാൻ എന്താണ് ഓപ്ഷൻ എന്നും ക്ലാസിഫിക്കേഷനും പറഞ്ഞത്. അതുപോലെ തന്നെ മോഡൽസിൽ ഏതെങ്കിലും ഒരെണ്ണം അതും വരാറുണ്ട്. പിന്നെ ഫ്യൂച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് ഫ്യൂച്ചേഴ്സിലുള്ളത്. അതുപോലെ തന്നെ കറൻസി ഫ്യൂച്ചർ പലപ്പോഴും വരാറുള്ളതാണ്. ചില സമയത്ത് കറൻസി ഫ്യൂച്ചർ 5 മാർക്കിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയി. 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് SCക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നത് ഇതാണ്, പിന്നെ വരുന്നത് ഇത് കേട്ടോ. സോ നെക്സ്റ്റ്
ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.